നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയത്തിലാണ്. അതിന് നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അയാളുടെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലും അതുപോലെ ഈജിപ്തിലുമൊക്കെ തന്നെ സന്ദർശനം നടത്തിയതായി അതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. 2019 ഈ സ്വർണ്ണപ്പാളികളൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഇയാൾ രാജ്യങ്ങളെ തന്നെ സന്ദർശിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇപ്പോൾ അറിയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം എ പത്മകുമാറും ഈ രാജ്യങ്ങൾ, അതായത് ഇംഗ്ലണ്ടും ഈജിപ്തും എല്ലാം സന്ദർശിച്ചിരുന്നു എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏതായാലും പത്മകുമാറിൻ്റെ പാസ്പോർട്ട് പരിശോധിക്കുന്നതിലൂടെ ഇയാളും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമാകും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പുരാവസ്തുക്കളും അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാവനമായ വസ്തുക്കളുമൊക്കെ തന്നെ അതിൻ്റെ ഒറിജിനൽ അല്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ പോലും വിറ്റ് കാശാക്കുന്ന തരത്തിലുള്ള വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പൂജാവസ്തുക്കളും ഒക്കെ തന്നെ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന സുഭാഷ് കപൂറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ പരാമർശം ഇത്തരത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും ലോകപ്രശസ്തമായ ഒരു ആരാധനാ കേന്ദ്രമാണ് അവിടെ. ശബരിമലയെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ വസ്തുവിന് പോലും അതിൻ്റെ ആത്മീയ വാല്യ, സ്പിരിച്വൽ വാല്യൂ അനുസരിച്ച് നിലവിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി വില കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി എന്നല്ല, ശബരിമല സന്നിധാനത്ത് അയ്യപ്പന് മുന്നിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ചെറിയ വസ്തു പോലും പുറത്ത് കൊണ്ടുപോയി കൊടുത്താൽ അതിന് നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള വില കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇയാളുടെ പശ്ചാത്തലമൊക്കെ തന്നെ ഏറെ ദുരൂഹതയുള്ളതാണ്. ഇയാളും പത്മകുമാറും ചേർന്ന് നിരവധി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്ന് പുതിയതായ ചില സ്ഥാപനങ്ങൾ തുടങ്ങുകയോ മറ്റു ചില സ്ഥാപനങ്ങൾ ലീസിനെടുക്കുകയോ ചെയ്തതായും പറയപ്പെടുന്നു. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില തെളിവുകളുമൊക്കെ ഇതിലേക്ക് തന്നെയാണ് വിരലിച്ചുകൊണ്ടുന്നത്. മാത്രമല്ല, പത്മകുമാറിൻ്റെ സാമ്പത്തികമായുള്ള വളർച്ചയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പത്മകുമാർ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, അതിസമ്പന്നനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വളരെ വലുതാണ്. പത്മകുമാറിന് നിലവിലുള്ള പ്രധാന വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം 1991-96 കാലഘട്ടത്തിൽ MLA ആയിരുന്ന ആ പെൻഷനാണ്. MLA പെൻഷനിൽ തന്നെ പാർട്ടി ലെവി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ശതമാനം തുക മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആറന്മുളയിൽ ബോത്തിക്കൊണ്ട് രണ്ടാമതൊരു വീട് കൂടിയുണ്ട്. സ്വന്തം വീട് തന്നെ ഒരു ആഡംബര വീടാണ്, രണ്ടാമതൊരു വീട് കൂടിയുണ്ട്, അതുപോലെ റിസോർട്ടുണ്ട്, തുടങ്ങി നിരവധി വ്യവസായ സംരംഭങ്ങൾ ഇവരൊക്കെ ചേർന്ന് നടത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പാർട്ണറാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇവർ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ വെച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രങ്ങൾ, ഇതിൻ്റെ വീഡിയോകൾ ഇവർ നേരത്തെ പകർത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തെ ചിത്രങ്ങൾ, അയ്യപ്പനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചിത്രീകരിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഫോട്ടോഗ്രാഫർക്ക് മാത്രമാണ് അധികാരമുള്ളത്. അങ്ങനെ എടുത്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി പോലും ഒരുപക്ഷെ വിദേശത്ത് കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ എ പത്മകുമാർ പോലീസിനോട് നൽകിയ ഒരു മൊഴിയിൽ പറഞ്ഞത്, താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അതിശക്തനായിരുന്നു എന്നാണ്. ഇതൊക്കെ തന്നെ വിരലിച്ചുകൊണ്ടുന്നത് ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് വൻതോതിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തുകയും അങ്ങനെ വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോലും ഇവർക്ക് ബിസിനസ് സംരംഭങ്ങൾ നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിൽ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് പലർക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ സമ്പാദ്യമുണ്ടെന്ന്, അവരുടെ മക്കൾ അവിടെ ഇതിൻ്റെയൊക്കെ തന്നെ ചുമതല വഹിക്കുന്നു എന്നുമാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. അതുപോലെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ CPMൻ്റെ മുഖമാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും സ്വാധീനമുള്ള CPM നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം ആളെന്നുള്ള നിലയിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ കൂടിയാണ് പത്മകുമാർ. അങ്ങനെയുള്ള പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ആരും തയ്യാറായി കാണില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകളൊക്കെ തന്നെ താൻ പിണറായിയുടെ സ്വന്തം ആളാണ് എന്നുള്ള ബലത്തിൽ തന്നെയായിരിക്കാം പത്മകുമാർ ചെയ്തത് എന്നും,
അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ തരത്തിലുമുള്ള സഹായവും ഒത്താശയും ലഭിച്ചിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ 2007 മുതൽ തന്നെ ശബരിമലയിൽ വലിയ ഒരു കാര്യക്കാരനായി നടക്കുന്ന ആളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ തന്നെ വിദേശത്തേക്ക് കടത്തുന്നതിന് വേണ്ടിയുള്ള അത്തരം വലിയ വ്യവസായികളും അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമൊക്കെ തന്നെ ബന്ധപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇയാളുടെ എല്ലാ പ്രവൃത്തികളും സംശയാസ്പദമാണ്. ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ ഇയാൾ കേരളത്തിൽ നടത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പത്മകുമാറെ കൂടി ചേർന്നിട്ടുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിനെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ട്. പത്മകുമാറിനും തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഈ വീടിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടി വരും. ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ ഒതുങ്ങുന്ന ഒന്നല്ല എന്നുള്ള ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന് തീർച്ചയായും ഒരു അന്താരാഷ്ട്ര മാനം കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശബരിമലയിലെ ദ്വാരപാലക ശില്പവും അതുപോലെ വാതിലിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ ഈ അന്താരാഷ്ട്ര ഈ തട്ടിപ്പ് മാഫിയകളുടെ കയ്യിൽ എത്തിയിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ശബരിമല പ്രധാനപ്പെട്ട ഇത്തരം പുണ്യ വസ്തുക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വേണമെങ്കിലും ഇവർക്ക് അന്താരാഷ്ട്ര മാഫിയയിൽ ശബരിമലയിലേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ കഴിയും എന്നുള്ളൊരു വസ്തുതയും അവിടെ അവശേഷിക്കുന്നു. ഇതിലൊക്കെ തന്നെ ഈ രണ്ടു പേർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. നമ്മൾ നേരത്തെ കരുതിയിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘത്തിൻ്റെ പിണിയാളുകളായി പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച് വിദേശ രാജ്യങ്ങളിൽ കടത്തുന്ന സുഭാഷ് കപൂറിൻ്റെ പ്രവർത്തന രീതിയോട് ഏതാണ്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എന്നാണ് അന്ന് ഹൈക്കോടതിയും വിലയിരുത്തിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഈ സുഭാഷ് കപൂർ ഒറിജിനൽ സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കും, അതുപോലെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് ഇയാളുടെ സ്ഥിരം രീതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശബരിമലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശാന്തിക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് വരുന്ന നിരവധി ആൾക്ക് അറിയാമായിരിക്കാം. അയാൾ ഇവിടെ വഹിച്ചിരുന്ന പദവി എന്താണെന്ന് പലർക്കും അറിയില്ല. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇയാൾക്കൊപ്പം കൂടുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി അയാൾക്കൊപ്പം നിൽക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞുവെന്നും ഇത് പത്മകുമാറിൻ്റെ എല്ലാ തരത്തിലുള്ള ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനെല്ലാം തന്നെ വലിയ തോതിലുള്ള നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള പണമാണ് ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരുന്നതായും സ്വാഭാവികമായും ഇപ്പോൾ സംശയം വരുന്നുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകളാണ് വിവിധ ഭാഗങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ ഒരുപക്ഷെ പത്മകുമാറിനും പങ്ക് കാണും എന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ 3 ജില്ലകളിലെങ്കിലും ഇവർ രണ്ടുപേരും ചേർന്ന് നിരവധി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടുന്ന വിവരം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ CPM സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല CPM നേതാക്കളും ഇത്തരത്തിൽ വിദേശങ്ങളിൽ സമ്പാദ്യം ഉണ്ടാക്കുന്ന അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളുള്ളതൊക്കെ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇത്രയും കൃത്യമായ രീതിയിൽ അയാളെ പിടികൂടത്തക്ക രീതിയിലുള്ള ഒരു തെളിവുകൾ ലഭിക്കുന്ന ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം. ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണത്തിന് കീഴിലായതുകൊണ്ട് മാത്രമാണ് അന്വേഷണ സംഘത്തിന് ഇയാളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ കഴിഞ്ഞത് എന്നുള്ളത് മറ്റൊരു പ്രധാന വസ്തുത. ഒരുപക്ഷെ പത്മകുമാർ സംഘം കരുതിയിരുന്നത് എല്ലാ കാലത്തും തങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചെയ്യാം, കാരണം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ താൻ സുരക്ഷിതനാണ് എന്ന് ഇവരെല്ലാം കരുതിയിരുന്നിരിക്കാം. പക്ഷേ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അതുതന്നെയാണ് ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്താനും പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വിഗ്രഹം കടത്തും അല്ലെങ്കിൽ വിഗ്രഹമോഷണവുമായി അല്ലെങ്കിൽ ആത്മീയ വസ്തുക്കളൊക്കെ തന്നെ വിറ്റ് തുലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര മാഫിയ കേരളത്തിലെ ചില നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോതിലുള്ള കോളക്കം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുള്ളത്.